സിസ്റ്ററിന്റെ ഫ്രണ്ട് വഴി ഷാബിയിൽ ശരിയാക്കിയ ഒരു ബെഡ് സ്പേസിലായിരുന്നു ആദ്യത്തെ ഒരു മാസത്തെ താമസം. നാട്ടിൽ വെച്ചിട്ട് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ഞാനിവിടെ എത്തിയപ്പോൾ ഇൻട്രോവേർട്ടിൽ നിന്നും വേറെന്തൊക്കെ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നി. എങ്ങനെയായാലും കുഴപ്പമില്ല, നല്ലൊരു ജോലി മേടിക്കണം, അതും അറിയുന്ന ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ നല്ലൊരു ജോലി മേടിക്കണം എന്ന വാശിയായിരുന്നു എനിക്ക്. റൂം റെൻറ്റിൻ്റെ 600 ദിറംസ് കൂടാതെ ഒരു 200 ദിറംസും കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് എന്നെ അപേക്ഷിച്ച് ഒരു വലിയ ചലഞ്ച് തന്നെയായിരുന്നു. 200 ദിറംസ് കംപ്ലീറ്റ്ലി എൻ്റെ ട്രാൻസ്പോർട്ടേഷന് മാറ്റി വെച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന യുണീക്ക് ബിസ്ക്കറ്റും എഴുതാനും കേക്കൊക്കെ കഴിച്ച് ഞാൻ എക്സിസ്റ്റ് ചെയ്തു എന്ന് വേണേൽ പറയാം. സാറ്റർഡേ എത്തിയ ഞാൻ സൺഡേ ഒരു ദിവസം നല്ലപോലെ പ്ലാൻ ചെയ്തു. നെക്സ്റ്റ് ഡേ ഏതൊക്കെ കമ്പനി പോകണം എന്നൊക്കെ ചാർട്ടൊക്കെ ചെയ്തു വെച്ചു. അപ്പോഴാണ് ലിങ്ക്ഡിനിൽ മൺഡേ ഗൾഫാറിൽ ഒരു വോക്കിൻ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് കണ്ടത്. സോ എൻ്റെ ഫസ്റ്റ് കമ്പനി ആൻഡ് ഇൻ്റർവ്യൂ അതാവട്ടെ എന്ന് വിചാരിച്ചു. ഗൂഗിൾ മാപ്പിന് അതിനടുത്തുള്ള കുറച്ച് കമ്പനീസ് കൂടെ നോക്കി വെച്ച് പിറ്റേന്ന് രാവിലെ തന്നെ എണീച്ചു പോയി. പരിചയക്കുറവ് കൊണ്ട് അങ്ങോട്ടേക്ക് ടാക്സിയിലാണ് പോയത്. ഇൻ്റർവ്യൂവിൻ്റെ പേടേക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ കുറേ സ്വപ്നവും. എന്നെ എങ്ങാണോ അവർ ഹയർ ചെയ്ത അതിൻ്റെ ചരിത്ര നേട്ടമായിരിക്കും എന്നൊക്കെ. ചരിത്ര നേട്ടത്തിനോട് അടുത്തെത്തിയപ്പോഴത്തേക്കും ടാക്സി ഫെയർ 25ഓളമായി. തിരിച്ച് നടന്നു വന്നാൽ മതി എന്ന ചിന്തയായി. പിന്നെ ചൂടും ഇല്ല എന്നാൽ അത്ര തണുപ്പുമല്ല എന്നൊരു ക്ലൈമറ്റ് ആയിരുന്നു ആ സമയത്ത്. സെക്യൂരിറ്റിയോട് ചെന്ന് വോക്കിൻ ഇൻ്റർവ്യൂവിന് വന്നതെന്ന് പറഞ്ഞാൽ പുള്ളി എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നെ കൂടാതെ മറ്റ് 2 പേര് കൂടെ അന്നുണ്ടായിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വേക്കൻസി ആയിരുന്നു അന്ന് ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേരും അകത്ത് ലോബിയിൽ കയറിയിരിക്കാൻ ഒരു ഫിലിപ്പിനോ ലേഡി പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ റെസ്യൂമേ വാങ്ങിപ്പോയി. സിവിയുടെ ഓർഡർ അനുസരിച്ച് അവരെന്നെയാണ് ആദ്യം റൂമിലേക്ക് വിളിച്ചത്. ഓഫീസ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കിട്ടിയ സൂപ്പറാണെന്നൊക്കെ മനസ്സിൽ കരുതി. ക്യാബിനെത്തിയപ്പോൾ കൂട്ടിക്കൊണ്ടു വന്ന ലേഡി എന്നോട് അകത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. റൂമിൽ കയറിയപ്പോൾ ഒരു ലേഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാനലിൽ. ഞാൻ അവരെ ഗ്രീറ്റ് ചെയ്തു, അവരെന്നെയും ഗ്രീറ്റ് ചെയ്തു. അവരുടെ ടേബിൾ ഉണ്ടായിരുന്ന എൻ്റെ റെസ്യൂമെ ഒന്ന് ഓടിച്ചു നോക്കി. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് അവരെന്നോട് ചോദിച്ചു, എവിടെ എന്നിട്ടാണ് ഈ വേക്കൻസി അറിഞ്ഞത്? മലയാളത്തിൽ തന്നെ ആട്ടോ അവരെന്നോട് ചോദിച്ചത്. ഞാൻ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞു. ഒന്ന് ചിരിച്ചുകൊണ്ട് ടേബിളിൻ്റെ അടുത്തേക്ക് വന്ന് അവരെന്നോട് പറഞ്ഞു, ഞാൻ ഈ പോസ്റ്റ് ഇടുമ്പോൾ ബോൾഡ് ലെറ്റേഴ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ജോബ് ഡിസ്ക്രിപ്ഷൻ മാച്ച് ചെയ്യുന്നവർ മാത്രമേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവൂ എന്ന്. പിന്നെ എന്താണ് ഇൻ്റർവ്യൂവിന് വരാൻ റീസൺ? അത് കാണാത്തത് കൊണ്ടാണോ അതോ എന്ന് ചോദിച്ചു നിർത്തി. അങ്ങനെ ഒരു ചോദ്യം ഞാൻ അവിടെ നിന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാനൊന്ന് പതറിപ്പോയെങ്കിലും ഞാൻ ശരിക്കുമുള്ള റീസൺ പറഞ്ഞു. മാം, ഞാൻ എത്തിയിട്ട് ഇന്ന് 3 ദിവസം ആയതേ ഉള്ളൂ. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നും പലതും എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. അതിനിടയിലാണ് ഈ പോസ്റ്റ് ഞാൻ കണ്ടത്. ഡിസ്ക്രിപ്ഷൻ ഞാൻ വായിച്ചു നോക്കി. അതിൽ പറയുന്ന പല ക്രൈറ്റീരിയാസും ഞാൻ അറ്റൈൻ ചെയ്യുന്നില്ല, എസ്പെഷ്യലി അതിലെ എക്സ്പീരിയൻസ്. പക്ഷേ ഇതും എനിക്കൊരു എക്സ്പീരിയൻസ് ആയാലോ എന്ന് കരുതിയാണ് ഞാൻ വന്നത്. നിങ്ങളുടെ ടൈമിനെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോളജീസ് മാം. മാമിൻ്റെ ചോദ്യത്തിന് ഇതാണോ ആൻസർ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ചോദ്യത്തിന് എനിക്ക് എൻ്റെ സിറ്റുവേഷൻ അല്ലാതെ വേറെ ആൻസർ ഇല്ല. എൻ്റെ ഉത്തരം കേട്ടൊന്ന് ചിരിച്ചുകൊണ്ട് അവരെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മൈ നെയിം ഇസ് ഐഷ. നിന്റെ കോൺഫിഡൻസും വേ ഓഫ് ജെനുവിനിറ്റിയും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പൊസിഷൻ നിനക്ക് കിട്ടില്ല. ഇത് നിന്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയതുകൊണ്ടും എൻ്റെ പഴയ ലൈഫും നീയും തമ്മിൽ കുറേ സാമ്യത ഉള്ളതുകൊണ്ടും ഞാനൊരു അഡ്വൈസ് തരാം. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒരുപോലെ കീപ്പ് ചെയ്യണം. നിന്റെ എബിലിറ്റി കണ്ട് നിന്നെ ആൾക്കാർ ഹയർ ചെയ്യണം എന്ന ഡിസിഷൻ നീ എടുക്കണം. നിന്നെ ഹയർ ചെയ്യുന്നത് അവരുടെ ആവശ്യമാണെന്ന് തോന്നിപ്പിക്കും വരെ നീ ഹാർഡ് വർക്ക് ചെയ്യണം. ബട്ട് സിൻസ് യു ആർ എ സീറോ എക്സ്പീരിയൻസ്ഡ് വൺ ഇൻ UAE, ലുക്ക് ഫോർ എ ബെറ്റർ ജോബ്, നോട്ട് ഫോർ എ ബെറ്റർ സാലറി. ഇത്രയും തന്നെ കേട്ടപ്പോൾ ഞാൻ ആകെപ്പാടെ ഡൗൺ ആയിരുന്നു. എൻ്റെ മുഖം കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. അവരെന്നോട് പറഞ്ഞു, ഡൗൺ ആകേണ്ട കാര്യമില്ല. ഒരു ഫസ്റ്റ് കമ്പനിയിലെ ഇൻ്റർവ്യൂ വിത്ത് സീറോ നോളജ് അബൌട്ട് തിങ്സ് നിനക്ക് ഇത്രയും നന്നായിട്ട് പാനലിനെ ഫേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷുവറാണ് നീ ആഗ്രഹിച്ച ലൈഫ് നീ ഉറപ്പായിട്ടും വലിയ താമസം ഇല്ലാതെ തന്നെ അറ്റൈൻ ചെയ്യും. ഇറങ്ങും മുന്നേ അവരെൻ്റെ വിസ എക്സ്പയറി ഡേറ്റും ചോദിച്ചു. ടൈം ഉണ്ടല്ലോ, നീ ട്രൈ ചെയ്യേ എന്ന് അവരെന്നോട് പറഞ്ഞു. പുള്ളിക്കാരത്തിൻ്റെ കോൺടാക്ട് നമ്പർ എനിക്ക് തന്നു. നിനക്ക് എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ ഇതിൽ വിളിച്ചാൽ മതി, ഞാൻ കോൾ അറ്റൻഡ് ചെയ്തോളാം എന്നവർ എന്നോട് പറഞ്ഞു. ആൻഡ് ഐ മേഡ് എ ഗ്രേറ്റ് താങ്ക് ഫോർ ദാറ്റ് വേർഡ്സ്. ആ ക്യാബിനിറങ്ങി ഗേറ്റ് എത്തും വരെ എൻ്റെ മൈൻഡ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു. അവർ ടെക്നിക്കലി ഒരു ചോദ്യം പോലും ചോദിച്ചില്ലല്ലോ എന്നൊരു 100,000 ചോദ്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ. ഗേറ്റിന് വെളിയിൽ ഇറങ്ങിയപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് 2 ദിക്കിലേക്ക് കിടക്കുന്ന റോഡ് കണ്ടപ്പോൾ എടുത്ത തീരുമാനം തെറ്റായി പോയോ, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ലയോ എന്നൊക്കെ ഉള്ള ചിന്തയായി മനസ്സിൽ. അടുത്തത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ഒന്നും അറിയാതെ ഒന്ന് കരഞ്ഞുപോയി സത്യം പറഞ്ഞ. ഇൻ്റർവ്യൂക്കാരി ആകെ പറഞ്ഞിട്ടിറങ്ങിയത് മച്ചാനോട് മാത്രമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഫോൺ നോക്കിയപ്പോൾ ഇക്കാടെ കോൾ ഉണ്ടായിരുന്നു. അതിൽ നടന്ന കാര്യമൊക്കെ അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തു. കുറേ വിഷമം പറഞ്ഞു. എല്ലാം കേട്ട ശേഷം പുള്ളി എന്നോട് പറഞ്ഞു, ഇടി നീ അവിടെ 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അവർ പറഞ്ഞ പോലെ നീ ഒന്ന് വർക്ക് ചെയ്ത് നോക്ക്, നിങ്ങൾക്കൊക്കെ അല്ലാതെ പിന്നെ ആർക്കാടി കിട്ടുന്നത്. പറഞ്ഞതൊന്നും എന്നെ സത്യം പറഞ്ഞാൽ ആശ്വസിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഓക്കെ എന്നുള്ള രൂപേനെ ഫോൺ കട്ട് ചെയ്തു. ഇൻ്റർവ്യൂവിന് കിട്ടാത്തതിലും സങ്കടം ടെക്നിക്കലി എന്തെങ്കിലും ചോദിച്ചിട്ട് വിട്ടിരുന്നേ കുഴപ്പമില്ലായിരുന്നു എന്ന വിഷമമായിരുന്നു എനിക്ക്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, കഴിഞ്ഞുപോയ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിക്കാതെ അവർ അഡ്വൈസ് ചെയ്ത പോലെ എന്തുകൊണ്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒക്കെ കമ്പൈൻ ചെയ്തുകൂടെ എന്ന ചിന്തയായി. അപ്പോഴും നിരാശ മനസ്സിൽ അങ്ങുമായി ഉണ്ടായിക്കൊണ്ടേയിരുന്നു. നമ്മളിൽ നിന്ന് പടച്ചവൻ എന്തെങ്കിലും തട്ടി നീക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായ ദിവസങ്ങളായിരുന്നു പിന്നീട്. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.